കോഴിക്കോട് DCC ഓഫീസ് നിർമ്മാണം. ഇതിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് KPCC നേതൃത്വത്തിന് പരാതി ലഭിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള 2 KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും ചേർന്നാണ് ക്രമക്കേട് നടത്തി എന്നതാണ് ആരോപണം. KPCC നേതൃത്വത്തിന് കൈമാറിയ പരാതിയുടെ പകർപ്പ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു. DCC ഓഫീസ് നിർമ്മാണം ഫണ്ട് വകമാറ്റി 3 പേർ ചേർന്ന് ആഡംബര വാഹനങ്ങൾ വാങ്ങി എന്നതടക്കം പരാതിയിൽ പറയുകയാണ്. ആദ്യം നമുക്ക് നിർഭൻ ചക്രവർത്തി പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടൊന്ന് കാണാം. കോഴിക്കോട് പണിത കോൺഗ്രസിന്റെ പുതിയ DCC ഓഫീസിന്റെ ഉദ്ഘാടന ഘട്ടത്തിൽ നേതാക്കൾ തമ്മിൽ തിക്കും തിരക്കും കൂട്ടുന്ന ദൃശ്യങ്ങൾ നേരത്തെ തന്നെ വൈറലാവുകയും ട്രോളാവുകയും ചെയ്തതാണ്. അത് വിവാദമായതിന് പിന്നാലെയാണ് DCC ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നു എന്ന ആരോപണം കൂടി പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച പരാതി പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ KPCC അധ്യക്ഷൻ K. സുധാകരന് നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ആ പരാതിയുടെ പകർപ്പാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ പരാതിയിൽ ഗൗരവതരമായി പറയുന്ന കാര്യം, ഒരു KPCC ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് 2 നേതാക്കൾ കൂടി ചേർന്ന് വലിയ തരത്തിലുള്ള അഴിമതി ഈ DCC ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തി എന്നതാണ്. വ്യാപകമായി പണം പിരിച്ചു. ആ പണം പിരിച്ച ശേഷം ഈ 3 നേതാക്കളും സ്വന്തം പേരിൽ ആഡംബര വാഹനങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ എടുത്തു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിന് നേതൃത്വം വഹിച്ച KPCC ജനറൽ സെക്രട്ടറി KPCC അധ്യക്ഷൻ K. സുധാകരനെ മറയാക്കി വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നും കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പിലും വ്യാപകമായി പിരിവ് നടത്തി ആ ഫണ്ടെല്ലാം വകമാറ്റി എന്ന ആരോപണവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു DCC ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് KPCC അധ്യക്ഷന് തന്നെ പരാതിയായി നേതാക്കൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് തുടർ നടപടി KPCC നേതൃത്വവും പാർട്ടിയുടെ നേതൃത്വവും എടുക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വം നടപടി എടുത്തില്ല എങ്കിൽ തങ്ങൾ നിയമപരമായ നടപടികളിലേക്ക് പോകുമെന്ന നിർദ്ദേശവും ആ പരാതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇനി മറുപടി പറയേണ്ടത് KPCC അധ്യക്ഷനും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമാണ്. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഈ ഘട്ടത്തിൽ നിർഭൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. നിർഭൻ, ഇവിടെ KP അനിൽകുമാർ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. അദ്ദേഹം മുൻപ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്നു. പിന്നീട് ഇപ്പോഴിതാ അദ്ദേഹം CPIMലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ പോലും അതിൽ പല കാര്യങ്ങളും കണ്ട് മടുത്തിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടി മാറുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം പറഞ്ഞ 136 ചലഞ്ച്, അതിനെ സംബന്ധിച്ച് KPCC ട്രഷറർ പ്രതാപൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, NM വിജയൻ വയനാട് DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി വേണം ഇപ്പോൾ നിർഭനി പുറത്തെത്തിച്ച ഈ പരാതിയുടെ പകർപ്പിനെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ജനങ്ങളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് പിരിക്കുന്ന പണമാണ് ഈ വിധത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഒരു വലിയ വശമുണ്ട്. അവരുടെ പാർട്ടിക്കാര്യം മാത്രമല്ല ഇത്. അജിംഷാദ്, കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിരിവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ വരുന്നത് ആദ്യ സംഭവമല്ല. അതാണ് KP അനിൽകുമാർ പറഞ്ഞത്. അദ്ദേഹം ആ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഓഫീസിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു. മുല്ലപ്പള്ളി KPCC അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ KPCCയുടെ മുഴുവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായി അറിയാം. ഈ 137 ചലഞ്ചും ഒപ്പം തന്നെ പ്രതാപചന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രൻ്റെ മരണവും ആ കൈരളി ന്യൂസ് അതിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ നൽകിയ പരാതി, മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത, തുടർന്ന് നടന്ന അന്വേഷണ കമ്മീഷൻ, അതിൽ ഒരു നടപടിയാകുന്നില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം കൈരളി ന്യൂസ് തന്നെയാണ് അന്ന് പുറത്തുവിട്ടത്. ഒപ്പം തന്നെ KPCC ആസ്ഥാനത്തിലുള്ള ആ ഫണ്ടിൽ നിന്ന് യഥേഷ്ടം പലർക്കും തുക നൽകുന്നു. ഒരു തരത്തിലുള്ള കണക്കുമില്ലാതെ ആ പൈസ ഒരു നേതാവിൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ അതിൻ്റെ രേഖകളടക്കമാണ് കൈരളി ന്യൂസ് അന്ന് വാർത്ത നൽകിയത്. ഇതൊരു തുടർച്ചയാണ്. ഇനി K. കരുണാകരൻ്റെ സ്മാരക മന്ദിരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാവിൻ്റെ ഏറ്റവും വലിയ അധീവനായിട്ടുള്ള ആദരണീയ ലീഡർ മരിച്ചിട്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞു. 3 KPCC പ്രസിഡന്റുമാർ അതിനുശേഷം വന്നു. തവണ ഇതിനുവേണ്ടി പിരിവ് നടത്തി. ഇപ്പോൾ അവസാനവും ബൂത്ത് അടിസ്ഥാനത്തിൽ, മണ്ഡലാടിസ്ഥാനത്തിൽ പിരിവ് നടത്തി. ഇതുവരെ അതിൻ്റെ ഒരു ശിലാസ്ഥാപനമല്ലാതെ 2 തവണ ശിലാസ്ഥാപനം നടത്തി. അതിൽ നിന്ന് ഒരു കല്ല് പോലും മുമ്പോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. ആ ഫണ്ട് അവിടെ പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. പലതരത്തിലെ പരാതി ഇന്റേണലായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ DCC ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇടിച്ചുകയറ്റവും തള്ളിക്കയറ്റവും ഒക്കെ വലിയ തരത്തിൽ വാർത്ത വൈറലായതാണ്. ഒപ്പമാണ് ഇത് സംബന്ധിച്ച് വലിയ തരത്തിൽ പിരിവ് നടന്നിട്ടുണ്ടെന്ന്, ആ പിരിവിനെ സംബന്ധിച്ച് 3 നേതാക്കൾ ആ പൈസ വകമാറ്റിയെന്നും ഒരു KPCC ജനറൽ സെക്രട്ടറി, സന്തത സഹചാരിയായ KPCC അധ്യക്ഷൻ K. സുധാകരൻ്റെ പിന്നിൽ എപ്പോഴുമുള്ള ഒരു നേതാവ് ഇതിൽ വലിയ തരത്തിലുള്ള തിരിമറി നടത്തിയെന്നും അദ്ദേഹവും അടക്കമുള്ള 3 നേതാക്കൾ ആഡംബര വാഹനം ഇതേ കാലയളവിൽ വാങ്ങിയെന്ന് DCCയുമായി അടുത്ത ബന്ധമുള്ള പ്രമുഖരായിട്ടുള്ള
പ്രധാനപ്പെട്ട നേതാക്കൾ KPCC അധ്യക്ഷന് പരാതി നൽകി കഴിഞ്ഞു. രേഖാമൂലം നൽകിയ പരാതിയാണ് നമ്മൾ നൽകുന്നത്. ഇപ്പോൾ വാർത്ത വന്ന ശേഷം പല നേതാക്കളും പറയുന്നുണ്ട്, ഇത് കൈരളി ന്യൂസ് ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നു, ആരാണ് എന്ന കാര്യം. ആരാണ് എന്ന കാര്യം പൂർണ്ണമായ വിവരങ്ങൾ കൈരളി ന്യൂസിൻ്റെ കൈവശമുണ്ട്. ആ പരാതി നൽകിയതിൻ്റെ പേര് വിവരങ്ങളുണ്ട്, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം നമുക്ക് തിരിച്ചങ്ങോട്ടും ചോദിക്കാം, KPCC അധ്യക്ഷന് 3 ദിവസങ്ങൾക്ക് മുമ്പേ ഈ പരാതി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പരാതി ലഭിച്ചിട്ടില്ല എങ്കിൽ അവർ നിഷേധിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ തെളിവുകൾ കൈരളി ന്യൂസ് നൽകാനും തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം ആഭ്യന്തരമായി കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ട, ഇത്രയും വലിയ സാമ്പത്തിക തിരിമറി